ശ്രീകാന്തേ, നീ എൻ്റെ അടുത്തേക്ക് വരല്ലേ? ശ്രീകാന്തേ, നീ എൻ്റെ അടുത്തുനിന്ന് മാറിപ്പോ. എനിക്ക് പ്രസവിക്കാനൊന്നും വയ്യ കേട്ടോ ശ്രീകാന്തേ, എനിക്ക് വയ്യ, എന്തോരം വേദന, അത് എനിക്ക് പറ്റില്ല, ഞാൻ ഈ ജന്മം പ്രസവിക്കില്ല ശ്രീകാന്തേ എന്ന് പറയുന്ന വർഷയുടെ പേടികളാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണം. അങ്ങനെ ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ രവീന്ദ്രൻ്റെയും ചന്ദ്രയുടെയും പിണക്കം മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിൻ്റെ ഫലമായിട്ട് അവരെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ്. അമ്പലത്തിലേക്ക് സച്ചിയുടെ വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ സച്ചിയോട് രേവതിയോട് മുന്നിൽ കയറാനും ചന്ദ്രയോട് രവീന്ദ്രനോട് പിന്നിൽ കയറാനും പറയാണ് അച്ഛമ്മ. അപ്പോൾ രവീന്ദ്രൻ പറയണ്ടേ, ഞാൻ പിന്നിലൊന്നും കയറിയില്ല അമ്മേ, പിന്നിൽ ഭയങ്കര കുലുക്കാൻ വേണ്ടി പറയുമ്പോൾ, പിന്നെ ഇത് കുലുങ്ങാൻ പ്രശ്നമൊന്നുമല്ലല്ലോ, കാറല്ലേ, കയറടാ നീ അങ്ങോട്ട് പറയണം. അപ്പോൾ അച്ഛമ്മയുടെ ഒരു ബുദ്ധിയാണ് കേട്ടോ അത്, രണ്ടുപേരും കൂടി ഒരുമിച്ചിരുത്താനുള്ള ബുദ്ധി. അങ്ങനെ ചന്ദ്രയും രവീന്ദ്രനും ബാക്കിൽ കയറുന്നു, സച്ചിയും രേവതിയും കൂടി ഫ്രണ്ടിൽ കയറിയിട്ട് പറയാണ് അപ്പം ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇതൊക്കെ അച്ഛമ്മയുടെ പ്ലാനിങ് ആണ് കേട്ടോ. എന്നിട്ട് അവർ അമ്പലത്തിലേക്ക് പോണ വഴിക്ക് സച്ചി രേവതിയും പറയണ, ഇവർ മിണ്ടണമൊന്നുമില്ലല്ലോ സച്ചിയേട്ടാ എന്ന് പറയാണ് രേവതി സച്ചിയോട്. അവർ സംസാരിക്കണമെന്നില്ല. അപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം ഒന്നും അന്യരെ പോലെയാണ് ഇരിക്കേണ്ടത് കാറിൻ്റെ ഉള്ളിൽ. അപ്പോൾ സച്ചി പറയും, ഇപ്പോൾ കാണിച്ചു തരാം രേവതി പറഞ്ഞിട്ട് സച്ചി കാറിട്ട് കുലുക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുലുക്കുമ്പോൾ ചന്ദ്ര പോയിട്ട് രവീന്ദ്രൻ്റെ മേത്തേക്ക്, രവീന്ദ്രൻ പോയിട്ട് ചന്ദ്രയുടെ മേത്തേക്ക് വീഴാണ്. അപ്പോൾ രവീന്ദ്രൻ വേണ്ട, സച്ചി നോക്കി ഓടിക്കണം, നീ എന്താ ഓടിക്കലായി വണ്ടി ഓടിക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, എന്താ ചെയ്യുക അച്ഛാ, റോഡ് മോശമല്ലേ, അതുകൊണ്ടല്ലേ, സാരല്ലേ അച്ഛാ പറയാം. അപ്പം രേവതി പറഞ്ഞിട്ട്, സച്ചേട്ടാ ഇതെന്താ ഈ കാണിക്കണേ, നോക്കി ഓടിക്കുക, പേടിയാവണോ എന്നൊക്കെ പറയുന്നുണ്ട്. സച്ചി പറയും, എന്താ ചെയ്യുക രേവതി, നീ നോക്ക് റോഡ് എന്നൊക്കെ പറയാണ്. അങ്ങനെ പിന്നെയും കുഴിയിലൊക്കെ കൊണ്ട് ചാടിക്കുമ്പോൾ ചന്ദ്ര വല്ലാതെ ബുദ്ധിമുട്ടിന് കാണുമ്പോൾ രവീന്ദ്രന് സഹിക്കണില്ല. ലാസ്റ്റ് രവീന്ദ്രൻ ചന്ദ്രയുടെ കൈ പിടിച്ചിരിക്കുമ്പോൾ സച്ചി ഇതിങ്ങനെ കാണും, രേവതിയും കാണും. അപ്പോൾ ഇപ്പം ശരിയാക്കി തരാൻ പറഞ്ഞിട്ട് വീണ്ടും സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി തിരിച്ചു മറിച്ചൊക്കെ ഓടിക്കുമ്പോൾ വീണ്ടും ചന്ദ്ര വീഴാൻ മുമ്പ് രവീന്ദ്രൻ മുറുക്ക പിടിക്കാൻ എന്നിട്ട് പറയാണ്, അതെ വീഴണ്ട, എൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചോട്ടോ എന്ന് പറയാണ് രവീന്ദ്രൻ ചന്ദ്രയോടും. അത് കേൾക്കുമ്പോൾ സച്ചിക്ക് രേവതിക്ക് സന്തോഷമാവാണ്. അങ്ങനെ അവരുടെ പ്ലാൻ വർക്കൗട്ടായി എന്ന് അവർക്ക് മനസ്സിലാവാണ്. അങ്ങനെ ഒരു സന്തോഷമായിട്ട് അമ്പലത്തിൽ പോവുകയാണ്. രവീന്ദ്രൻ്റെയും ചന്ദ്രയുടെയൊക്കെ പിണക്കന്മാരെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരാം. ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ അച്ഛമ്മയുടെ ഫോൺ സെർച്ച് ചെയ്യാണ് വർഷ. അച്ഛമ്മയുടെ ഫോണിൽ കുറേ ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ വർഷ പറയുന്നത്, അച്ഛമ്മ ഇതൊക്കെ ആരാ അച്ഛമ്മയുടെ ഫോണിൽ കയറ്റി തന്നെ ചോദിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുട്ടി കയറ്റി തന്നതാണെന്ന് പറയാണ്. അപ്പോൾ വർഷ പറയാണ്, ഇതൊക്കെ അച്ഛമ്മയുടെ ചെറുപ്പത്തിലത്തെ ഫോട്ടോ ആണ്. അയ്യോ അച്ഛമ്മ എന്ത് സുന്ദര ചെറുപ്പത്തിൽ. അപ്പോൾ അച്ഛമ്മയ്ക്ക് കുറേ പ്രൊപ്പോസലൊക്കെ വന്നിട്ടുണ്ടാവില്ല അച്ഛമ്മയെ, കുറേ പേര് പിന്നാലെ നടന്നിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ പറയാണ്. പിന്നെ കുറേ പേര് നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയാണ് അച്ഛമ്മ വർഷയോട്. അപ്പോൾ വർഷ പറയും, എന്തൊരു ഭംഗി അച്ഛമ്മേനെ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് ആരാ അച്ഛമ്മ ചോദിക്കുമ്പോൾ, ഇത് ഇവിടുത്തെ 3 പിള്ളേരാണ്, ഇത് ശ്രീകാന്താണ് പറഞ്ഞിട്ട് ശ്രീകാന്തിൻ്റെ ചെറുപ്പത്തിലത്തെ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ. അയ്യോ ഇത് ശ്രീകാന്താണ്, അയ്യോ എന്ത് ഭംഗിയാണ് ശ്രീകാന്തിനെ കാണാൻ. അപ്പോൾ ശ്രീകാന്തിനോട് പറയും, ശ്രീകാന്തെ നോക്കടാ ഇത് നിൻ്റെ ഫോട്ടോയോ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് പറയും, ഞാൻ ഇതെന്തായാലും എൻ്റെ ഫോണിലേക്ക് അയച്ചിട്ട് DP ഇടും പറയാണ്. അപ്പോൾ ശ്രീകാന്ത്, പക്ഷേ ആവശ്യമില്ലാത്തതിന് നിൽക്കല്ല, DP ഒന്നും ഇടല്ലേ, നീ എന്നെ നാണം കെടുത്തല്ല എന്നൊക്കെ പറയും. എന്താ DP ഇട്ടാൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും, ഞാൻ DP ഇടും പറയും. പക്ഷേ വേണ്ട കേട്ടോ എന്നൊക്കെ പറയാൻ. അങ്ങനെ വർഷ അച്ഛമ്മയുടെ ഫോണിൽ നിന്ന് അത് വർഷയുടെ ഫോണിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് DP ഇടാൻ തുടങ്ങുമ്പോൾ ശ്രീകാന്ത് വന്നിട്ട് വർഷയുടെ ഫോൺ തട്ടിപ്പറിക്കാൻ, ഞാൻ തരില്ല വർഷേ, നീ DP ഇടരുതിൽ ഞാൻ പറഞ്ഞു, എന്നെ നാണം കെടുത്തല്ലേ, പറ്റിയില്ല, ഞാനത് DP ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ തല്ല് കൂടുന്ന സമയത്ത്, എന്താ ഈ പിള്ളേരെ നിങ്ങൾ ഇങ്ങനെ ചോദിക്കണം അച്ഛമ്മ. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി വർഷയുടെ ഫോൺ മേടിക്കാൻ വേണ്ടി ശ്രീകാന്ത് മത്സരിക്കുന്ന സമയത്ത് ചന്ദ്രയും രവീന്ദ്രനും രേവതിയും സച്ചിയും കൂടി അമ്പലത്തിലൊക്കെ പോയിട്ട് കാർമേഘമൊക്കെ മറഞ്ഞ് നല്ല തെളിഞ്ഞ മുഖമായിട്ട് എല്ലാവരും കൂടി കയറി വരുമ്പോൾ ചന്ദ്രനെയും രവീന്ദ്രനെയും കാണുമ്പോൾ അച്ഛമ്മയ്ക്ക് മനസ്സിലാവാണ് പിണക്കൊക്കെ തീർന്നു എന്ന് മനസ്സിലാവാണ്. അപ്പോൾ രവീന്ദ്രൻ അവിടെ വന്നിരുന്നിട്ട് ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു മോനെ, അമ്പലത്തിലൊക്കെ പോയി വന്നാ? അമ്പലത്തിൽ പോയി വന്നു. എൻ്റെ അമ്മേ, ഈ സച്ചി എന്തൊരു ഓടിക്കലായിരുന്നു വണ്ടി, എന്താ അവൻ കാണിച്ചിട്ടുണ്ടായിരുന്ന, ഞാൻ എന്താ ചെയ്യുക അച്ഛമ്മേ, റോഡ് നാശമായതുകൊണ്ടല്ലേ എന്നൊക്കെ പറയാണ്. അപ്പം ചന്ദ്രേ, എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുപോവാ, ചൂടുവെള്ളം മതി രവിയേട്ട. ചൂടുവെള്ളം മതി, നല്ലോണം ചൂട് വേണം രവിയേട്ട, വേണ്ട കുറച്ച് ചൂട് മതി എന്ന് പറയാണ്. അപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലാവും അവരുടെ ഇടയിലുള്ള ആ പിണക്കത്തിൻ്റെ മല മഞ്ഞുപോലെ ഉരുകിപ്പോയി എന്ന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ വർഷ പറയും, അച്ഛമ്മയുടെ ഐഡിയ ഫലിച്ചു തോന്നുന്നുണ്ട് കേട്ടോ എന്ന് പറയും. അപ്പോൾ
എന്നിട്ട് ചന്ദ്ര വെള്ളം എടുത്തിട്ട് വന്നിട്ട് രവീന്ദ്രന് കൊടുക്കുമ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ പ്രണയത്തോടുകൂടി ചന്ദ്രനെ നോക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചിരിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ രവീന്ദ്രനെ കൊടുത്തിട്ട് പറയും, രവിയേട്ടാ ചൂട് അധികം ഉണ്ടെന്ന് നോക്ക് രവിയേട്ടാ. ഇല്ല ചന്ദ്ര, ചൂട് പാകാമിട്ട് രവീന്ദ്രൻ ആ വെള്ളം കുടിക്കാൻ എൻ്റെ. അപ്പോൾ സച്ചിയോട് ചോദിക്കും, അച്ഛമ്മ എന്തായി മോനെ കാറൊക്കെ പൂജിച്ചു അച്ഛമ്മേ. എന്നിട്ട് അച്ഛമ്മേ എന്തായിരുന്നു, പ്രണയമഴ അല്ലായിരുന്നോ, പ്രണയമഴ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ ഒന്ന് പോടാ പറയാം. അപ്പോൾ വർഷം എന്നിട്ട് അച്ഛമ്മയുടെ അടുത്തുകൊണ്ട് പറയാം, എൻ്റെ അച്ഛമ്മയുടെ ബുദ്ധി അപാരം, അച്ഛമ്മ നല്ല തലയാട്ട അച്ഛമ്മയ്ക്ക്, അച്ഛമ്മ എത്ര പിണങ്ങിയിട്ടുണ്ടായിരുന്ന ആളുകളെ എത്ര പെട്ടെന്ന് അച്ഛമ്മ ഇണക്കിയത്, എന്തൊരു ബുദ്ധിയിൽ അച്ഛമ്മ അത് കൈകാര്യം ചെയ്തത് അങ്ങനെ പറയണം. വർഷം എന്നിട്ട് അച്ഛമ്മേനെ ചേർത്ത് പിടിച്ചിട്ട് പണ്ട് അച്ഛമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ വർഷ പറയും, എന്താ അച്ഛമ്മയ്ക്ക് നന്നായിട്ട് അറിയാട്ടോ ലവേഴ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ അച്ഛമ്മയ്ക്ക് അറിയാം എന്ന് പറയണം. അപ്പോൾ അച്ഛമ്മ പറയണം, ഇപ്പോൾ എനിക്ക് സന്തോഷം, ഇവരുടെ പിണക്കം തീർക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രയും രവീന്ദ്രനും ചിരിക്കുകയാണ്. അപ്പോൾ സച്ചി പറയണം, എൻ്റെ അച്ഛമ്മ കാണണമെന്ന് എന്തായിരുന്നു കൈ കോർത്ത് പിടിക്കലും. അപ്പോൾ രവീന്ദ്രൻ ഡാ ഒന്ന് പോടാ പറയണം. അത് കഴിഞ്ഞിട്ട് രേവതി ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ രവീന്ദ്രൻ്റെ കഴുത്തിൽ ചന്ദ്രയുടെ പൊട്ടിരിക്കുന്നതാണ്. അപ്പോൾ രേവതി, സച്ചേട്ടാ അങ്ങോട്ട് വാ, കഴുത്തിലേക്കൊന്ന് നോക്കിയേ പറയും. അപ്പോൾ രേവതിയുടെ കഴുത്തിലൊക്കെ, എന്ത് രേവതി നിൻ്റെ കഴുത്തിലൊന്നും കാണില്ല. ഓ മണ്ടൂസ്, എൻ്റെ കഴുത്തിലല്ല അച്ഛൻ്റെ കഴുത്തിലേക്ക് നോക്കുക പറയും. അപ്പോൾ സച്ചി രവീന്ദ്രൻ്റെ കഴുത്തിലേക്ക് നോക്കുമ്പോൾ ചന്ദ്രയുടെ പൊട്ടിരിക്കുന്നതാണ്. അപ്പോൾ സച്ചി പറയും, അച്ഛൻ്റെ അടുത്ത് വന്നിട്ട്, അച്ഛൻ്റെ കഴുത്തിലെന്താ ഒരു മറുകോ, എൻ്റെ കഴുത്തിൽ മറുകൊന്നുമില്ല, അച്ഛനൊന്ന് തൊട്ട് നോക്കുമ്പോൾ രവീന്ദ്രൻ്റെ കയ്യിൽ പൊട്ട് തടയും. രവീന്ദ്രൻ നോക്കുമ്പോൾ അപ്പോൾ അതെ, ഇവൻ വണ്ടി ഓടിച്ചപ്പോഴേ ഇങ്ങനെ വണ്ടി അങ്ങോട്ട് ഇവിടെ കുലുങ്ങിയപ്പോഴേ ചന്ദ്രൻ ഇങ്ങനെ വീഴാൻ പോയായിരുന്നേ, അപ്പോൾ പൊട്ടേ അങ്ങനെ വന്നതാവും എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ കിടന്ന് ഉരുളാണ്. അപ്പോൾ ചന്ദ്ര നാണത്തോടുകൂടി ചിരിക്കുകയാണ്. അപ്പോൾ അച്ഛമ്മ പറയും, അതിനെന്താ രവി, നീ ഒരു കാര്യം ചെയ്യേ, ചന്ദ്ര ഇവിടെ വാ പറയും. ചന്ദ്രനെ വിളിക്കും. എന്നിട്ട് പറയും, രവി നീ ആ പൊട്ടെടുത്തിട്ട് ചന്ദ്രയുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുമെന്ന് പറയും. അപ്പോൾ അത് വേണമേ, വേണം. ഇപ്പോൾ ചന്ദ്ര ചോദിക്കും, ഞാൻ തൊട്ടോളാമേ, വേണ്ട അവൻ തൊട്ട് തരും പറയും. എന്നിട്ട് രവീന്ദ്രൻ വന്നിട്ട് ആദ്യമായിട്ട് കാണുന്ന പോലെ ചന്ദ്രനെ ഭയങ്കര സ്നേഹത്തോടു കൂടി നോക്കിയിട്ട് ആ പൊട്ടെടുത്തിട്ട് ചന്ദ്രയുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുമ്പോൾ കണ്ടു നിന്ന് എല്ലാവരും സന്തോഷത്തോടു കൂടി കൈയടിക്കാൻ, രേവതി, സച്ചി, ശ്രീകാന്തും വർഷയും എല്ലാവരും, അച്ഛമ്മയും എല്ലാവരും സന്തോഷത്തോടു കൂടി കൈയടിക്കാണ്. അപ്പോൾ അച്ഛമ്മ പറയും, ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ അച്ഛമ്മയ്ക്ക് എത്ര മനസ്സ് നിറഞ്ഞു എന്നറിയോ മക്കളെ, അമ്മയുടെ മനസ്സ് നിറഞ്ഞൂടാ രവി എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ എഴുന്നേറ്റിട്ട് പോയിട്ട് രവീന്ദ്രനെ ചേർത്ത് പിടിക്കണം. നിങ്ങളുടെ ഈ സന്തോഷം ഇങ്ങനെ തന്നെ വേണം, എനിക്കിതിലും കൂടുതൽ സന്തോഷമൊന്നും കിട്ടാനില്ല. നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോഴേ എനിക്കൊരു 10 വർഷം കൂടി ആയുസ് നീട്ടി കിട്ടിയ പോലെ തോന്നുക. ഇനി അഥവാ ഞാൻ മരിച്ച് മണ്ണടിഞ്ഞ് പോയാൽ ഈ നല്ല ഓർമ്മകളൊക്കെ അല്ലേ എൻ്റെ മനസ്സിലുണ്ടാവുക, ഞാനതൊക്കെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓർക്കില്ലേ. എന്തായാലും അമ്മയ്ക്ക് സന്തോഷമായിട്ട് അമ്മയുടെ മനസ്സ് നിറഞ്ഞു. ഇപ്പോൾ എനിക്ക് എന്തായാലും ഉറപ്പായി ഞാനൊരു 10 വർഷം കൂടി കൂടുതൽ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രനെ ചേർത്ത് പിടിക്കുക, ഒപ്പം ചന്ദ്രനെയും ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ ഒരു വലിയ വഴക്കിൻ്റെ പര്യവസാനം അവിടെ വളരെ സ്നേഹത്തോടുകൂറും അച്ഛമ്മ വളരെ അനുനയിപ്പിച്ചിട്ടാണ് അച്ഛമ്മ ഒരു സിറ്റുവേഷൻ അവിടെ കൈകാര്യം ചെയ്തേക്കണത്. അങ്ങനെ ചന്ദ്രയുടെയും രവീന്ദ്രൻ്റെയും മനസ്സിലത്തെ പിണക്കത്തിൻ്റെ മഞ്ഞുമല അങ്ങനെ ഉരുകി പോയിരിക്കുകയാണ്. അങ്ങനെ ചന്ദ്രയുടെയും രവീന്ദ്രനെയും കൈകൾ ചേർത്ത് പിടിച്ചിട്ട് അച്ഛമ്മ പറയുകയാണ്, അതെ ഇപ്പോഴാണ് എനിക്ക് സന്തോഷമായത്, എൻ്റെ മക്കളും കൊച്ചുമക്കളൊന്നും ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് അമ്മയ്ക്ക് സഹിക്കില്ല എന്ന് പറയുമ്പോൾ സച്ചി രേവതിയും പറയും, ഞങ്ങൾ തല്ലുകൂടിയാൽ എത്ര നേരം ഉണ്ടാവും അച്ഛമ്മേ, ഞാൻ മിണ്ടിയില്ലെങ്കിൽ. അപ്പോൾ സച്ചി പറയും, ഞാൻ മിണ്ടിയില്ലെങ്കിൽ അച്ഛമ്മേ രേവതി ഇങ്ങനെ ചെറുപ്രാന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും, അവൾ എന്തായാലും ഫുൾ സ്റ്റോപ്പ് ഇല്ലാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ മിണ്ടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലല്ലോ ചോദിക്കാൻ രേവതി, ഇല്ല രേവതി മിണ്ടുന്നത് എനിക്ക് ഇഷ്ടം അതല്ലേ പറയും. അപ്പോൾ വർഷ ശ്രീകാന്തും പറയും, ഞങ്ങൾ കൂടിയാലും ഏറിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ അതിലും കൂടുതൽ ഉണ്ടാവില്ല അച്ഛമ്മയെന്ന് പറയും വർഷ ശ്രീകാന്ത്. അങ്ങനെ നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കണം പറയുമ്പോൾ അച്ഛമ്മ പറയും, നിങ്ങൾക്ക് കേൾക്കണോ, ചന്ദ്രയും രവീന്ദ്രനും കൂടി ഒരിക്കൽ പിണങ്ങിയിട്ട് കുറച്ച് ദിവസം മിണ്ടാതെ ഇരുന്ന് അവരുടെ പിണക്കം മാറ്റാൻ ഞാൻ ഇടപെടേണ്ടി വന്നു. ആ പിണക്കം മാറ്റി ഇടപെട്ടതിൻ്റെ 10ാം മാസമാണ് ശ്രീകാന്തിനെ ചന്ദ്ര പ്രസവിക്കുന്നത് പറയണം. അപ്പോൾ കൊള്ളാലോ. അപ്പോൾ ശ്രീകാന്ത് അതാണല്ലേ എൻ്റെ ജന്മത്തിന് പിന്നെ രഹസ്യം, അതേടാ പറയണം. അപ്പോൾ സച്ചി പറയാണ്, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പിണങ്ങണത് അച്ഛൻ്റെ അമ്മയുടെ പിണക്കം മാറി, എനിക്കൊരു അനിയത്തി വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വല്ലതും നടക്കും അച്ഛാന്ന് ചോദിക്കണം. ഡാ ഒന്ന് പോടാ തരത്തിലുള്ളവരെ കളിയാക്കണമെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ സ്നേഹപൂർവ്വം സച്ചിനെ അടിക്കാൻ വേണ്ടി കയ്യൊങ്ങാണ്. അങ്ങനെ ഭയങ്കര സന്തോഷമുള്ള നിമിഷങ്ങളാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ശ്രീകാന്ത് ഫോണിൽ ആരോട് സംസാരിക്കുമ്പോൾ, ഭാര്യമാർ നമ്മൾ പറയുന്നിടത്ത് നിൽക്കണം,
നമ്മൾ പറയുന്നത് അവരനുസരിക്കണം. അതിനൊക്കെ ഒരു നാക്കുണ്ട് അവരൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. വർഷനെ നോക്കിയിട്ട് നോക്കുമ്പോൾ ഹായ് ഡാർലിംഗ് പറയും വർഷൻ. എന്നിട്ട് പറയും അപ്പോൾ വർഷയോട് അതെ ഞാൻ ഇത്തിരി ബിസിയാണ് പറയും. അപ്പോൾ ശ്രീകാന്തിനോട് ചോദിക്കും ഫോണിൽ ഉള്ള ശ്രീകാന്തിൻ്റെ കൂട്ടുകാരൻ ആരായിരിക്കും, അതെൻ്റെ വൈഫാടാ എന്ന് പറയും. എന്നിട്ട് അങ്ങനെ ഫോൺ വിളിച്ച് കൂട്ടുകാരനോട് സംസാരിച്ചിട്ട് ശ്രീകാന്ത് ഓടി വന്ന് വർഷയുടെ ബെഡിൻ്റെ അവിടേക്ക് വീഴുമ്പോൾ വർഷ എന്തായി കാണിക്കണേ ഒരു ശ്രീകാന്തിന് തട്ടിമുട്ടി. എന്താ പക്ഷേ ഞാൻ നിൻ്റെ ഭർത്താവല്ലേ, നിൻ്റെ അടുത്ത് വന്നിരിക്കാനുള്ള അവകാശം എനിക്കില്ലേ എന്നൊക്കെ ആകുമ്പോൾ ദേ ശ്രീകാന്തെ നീ എൻ്റെ അടുത്ത് നിന്ന് ഇരിക്കാതെ മാറിപ്പോ, നീ എവിടേക്കെങ്കിലും പോ എന്ന് പറയാം. എന്താ വർഷം നീ ഇപ്പം ഇങ്ങനെ പറയണേ, നീ എൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴേ എനിക്ക് പേടിയാണ്, നീ എൻ്റെ അടുത്ത് ഇരിക്കാതിരിക്കാൻ നല്ലത്, എനിക്ക് പേടിയാണ് നിന്നെ. അപ്പോൾ എന്താ വർഷേ, ഞാൻ നിൻ്റെ ഹസ്ബൻഡല്ലേ, വേറെ ആരും അല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വർഷ പറയണേ വേണ്ട ശ്രീകാന്തേ വേണ്ട. എന്നിട്ട് വർഷം ശ്രീകാന്തിനെ ഇടിക്കുമ്പോൾ ശ്രീകാന്ത് പറയണം എന്ത് വർഷം ഇത് എന്തൊരു വേദന പറയുമ്പോൾ ഇതൊക്കെ ഒരു വേദനയാണോ ശ്രീകാന്തേ, ശ്രീകാന്തേ കുഞ്ഞ് പിറക്കണ വേദന, അയ്യോ ഞാനത് കണ്ടറിഞ്ഞിട്ടുണ്ട്, എൻ്റെ ദൈവമേ അത്രയും വേദനയുടെ പകുതി പോലും വരില്ല ശ്രീകാന്ത് ഈ വേദന എന്ന് പറയുമ്പോൾ. ഇതെന്തപ്പം നീ ഇങ്ങനെയൊക്കെ പറയണ, നിനക്കറിയോ എങ്ങനെയാണ് പ്രസവ വേദന? ഞാൻ സിനിമയിലും സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതൊന്നും പറയാൻ പറ്റില്ല. ഒരു മനുഷ്യൻ്റെ രണ്ടാം ജന്മമാണ് ഒരു കുഞ്ഞ് പിറക്കുക എന്നുള്ളത്. എന്തോരം വേദന തിന്നിട്ടാണെന്നറിയോ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത്. അയ്യോ എനിക്ക് വയ്യ, നീ എൻ്റെ അടുത്തേക്ക് വരണ്ട കേട്ടോ ശ്രീകാന്ത്, എനിക്ക് വയ്യ ഈ ഇത്രയും വേദന തിന്നാന്ന്. പിന്നെ വർഷേ അപ്പം നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നല്ല, എനിക്ക് പ്രസവിക്കാൻ വയ്യ. പ്രസവിക്കാൻ വയ്യാന്നോ? നീയല്ലേ പറഞ്ഞ 2 വർഷത്തേക്ക് കുട്ടികൾ വേണ്ട, അത് കഴിഞ്ഞിട്ട് മതി കുട്ടികളെന്ന്. എനിക്ക് 2 വർഷത്തേക്കല്ല ശ്രീകാന്ത്, എനിക്ക് കുട്ടികളെ വേണ്ട, എനിക്ക് വയ്യ ഈ വേദന തിന്ന് പ്രസവിക്കാൻ. ശ്രീകാന്ത് പറയും അപ്പോൾ വർഷേ അതൊക്കെ സ്വാഭാവികമല്ലേ, ഒരു കുഞ്ഞിനെ ഗർഭിണി കൊണ്ട് പ്രസവിക്കണതും ഒക്കെ സ്വാഭാവികമല്ലേ, അതൊക്കെ അങ്ങനെ കഴിഞ്ഞ് പോവില്ലേ. എനിക്ക് പറ്റില്ല ശ്രീകാന്തേ, എനിക്ക് പറ്റില്ല, എനിക്ക് ഇത്രയും വേദന നിന്നിട്ട് ഒരു അമ്മയൊന്നും ആവണ്ട, എനിക്ക് പ്രസവിക്കേണ്ട ശ്രീകാന്ത്, നീ ഈ നാട്ടിൽ നിന്ന് തന്നെ എവിടേക്കെങ്കിലും പൊക്കോ, എനിക്ക് പേടിയാവും അപ്പോൾ നിന്നെ കാണുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷം അങ്ങനെ പേടിച്ചിട്ടിരിക്കുകയാണ്. ശ്രീകാന്തിനോട് ഈ വിവരങ്ങളൊക്കെ പറയുകയാണ്. സീരിയലിൻ്റെ ഡബ്ബിങ് ചെയ്യുമ്പോൾ ആ സീൻ കണ്ടപ്പോഴുള്ള പേടിയാണ് വർഷയുടെ മനസ്സിൽ. അപ്പോൾ അങ്ങനെ ശ്രീകാന്ത് വർഷയുടെ ഈ സ്വഭാവം കാണുമ്പോൾ, പെട്ടെന്നുള്ള ഈ മാറ്റം കാണുമ്പോൾ ശ്രീകാന്ത് ആകെ അന്തം വിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇന്നത്തെ ചെമ്പനിപ്പൂവിൻ്റെ ക്ലൈമാക്സ് വരുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.